വലിയ പ്രതിഫലനമുള്ള ഒരു മൗലിദാണ് മഖ്സൂസ് മൗലിദ് എന്ന് ആരാധന തുടങ്ങി അതിന് ഇക്കാലം കഴിഞ്ഞു സന്തോഷം മഴ നൽകി. അപ്പോൾ ഇത് മങ്കൂസ് മൗലിദ് വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ട് പുസ്തകം തിരുങ്ങാടി ബുക്ക് സ്റ്റാൾ ഇറക്കിയ ബുക്കാണ്. അപ്പോൾ അതിൽ തുടക്കം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള പറഞ്ഞിട്ടാണ്. സദഖത്തുല്ലാഹ് കാഹിരി എന്ന് പറഞ്ഞ ചങ്ങായി കായൽപട്ടണത്തിലുള്ള ആളാണ്. നാട്ടിൽ മഴയില്ലാതെ അയാൾ നേരെ മീക്കായിലിനെ ഫോൺ വിളിച്ച് മീക്കായിലിനെ വരുത്തി കൊടുക്കുമഴാറ്. പിന്നെ കുത്തുബിയത്തിൽ എന്താ ഉള്ളത്? മൊയ്തീൻ ഷെയ്ഖാണ് മഴ കൊടുക്കണം. അപ്പോൾ എത്ര അളവ് മഴ കൊടുക്കണം? അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാണിച്ചു തന്നു മഴക്ക് സ്വലാത്തുൽ ഇസ്തിസ്ഖാ. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് ഈ സംഭവം. അപ്പോൾ ഇവർ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പരതാനോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചര്യ പരതാനോ ഒന്നും ഇവർക്ക് നേരല്ല. ഇവർക്ക് ഈ അന്ധവിശ്വാസം വളർത്തണോ വലുതാക്കണം എന്നുള്ളതാണ്. ദീൻ പഠിച്ചവരാണെങ്കിൽ ഇവർ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട പരിഹാരം ഇതായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കാലാവസ്ഥ ഏറെക്കുറെ ഇങ്ങനെ മാറി വരികയാണ്. മുസലായി മഴ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒക്കെ കുറച്ചൊരു അന്തരീക്ഷമൊക്കെ ഒന്നൊരു തണുത്ത് രാത്രി കിടന്നുറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു സുഖമുള്ള അവസ്ഥയാണ്. അൽഹംദുലില്ലാഹ് ശക്തമായ ഒരു വേനലിൻ്റെ അല്ലെങ്കിൽ വെയിലിൻ്റെ ഒക്കെ ഒരു പ്രയാസങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു. അള്ളാഹുവിനെ നമ്മൾ നന്നായി സ്തുതിക്കേണ്ടുന്ന മഴയെന്ന് പറയുന്ന അവൻ്റെ അനുഗ്രഹത്തിന് റബ്ബിനെ വാഴ്ത്തേണ്ടുന്ന സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ മഴ അധികരിച്ചു കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ അതിൽ നിന്ന് നമ്മൾ റബ്ബിനോട് കാവലിനെ തേടുകയും വേണം. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഈ കാലാവസ്ഥാ മാറ്റങ്ങളൊക്കെ ആയിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടുന്നു എന്നുള്ളത് കൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു മഴ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കറങ്ങി നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ആദ്യം ഒന്ന് കണ്ട ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ഒന്നാമത്തെ വിഷയം നമ്മൾ അതാണ് കണ്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഗുണം വളരെ കൃത്യമായി പറയാൻ ഒരു വലിയ പ്രതിഫലനമുള്ള ഒരു മൗലിദാണ് മഖ്സൂസ് മൗലിദ് എന്ന് ആരാധന തുടങ്ങി അതിന് ഇക്കാലം കഴിഞ്ഞു സന്തോഷം മഴ നൽകി. ഇവിടുത്തെ യുവാക്കളെ പ്രത്യേകം. യെസ്, അപ്പോൾ മങ്കൂസ് മൗലൂദ് പാരായണം ഇങ്ങനെ പകുതി മുക്കാലായപ്പോഴത്തേനും സമൃദ്ധമായ മഴ ഉണ്ടായി. അത് മങ്കൂസ് മൗലൂദിൻ്റെ പാരായണത്തിൻ്റെ ഒരു പെരുമയായിക്കൊണ്ട് അതുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ള നിലക്കാണ് ഇവിടെ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് മാലിക് സൽഫി നമുക്ക് ഇതിനോട് പ്രതികരിക്കാനുള്ളത്? ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നടപടിക്രമങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ്. മഴ ഒരു പരീക്ഷണമാണ്. ആ മഴയിലൂടെ ചില ആളുകൾ കുഫ്രിയത്തിൻ്റെ വാദങ്ങൾ പറയും. മഴയിലൂടെ തൗഹീദ് മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിലും ഇതുപോലത്തെ ചില അബദ്ധവിശ്വാസികളുണ്ടായിരുന്നു. അതിലിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഇമാം അബൂദാവൂദൊക്കെ ഉദ്ധരിച്ചൊരു ഹദീസ്, ആ ഹദീസാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സഹാബത്തിനോട്, ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, അള്ളാഹു എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, അള്ളാഹു റസൂലുഹു ആലം, അത് അള്ളാഹുക്കും റസൂലുള്ളാഹിക്കാണ് കൂടുതൽ അറിയാം. അപ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖാല അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വ കാഫിറുൻ, ഇന്ന് പ്രഭാതമായപ്പോൾ എൻ്റെ അടിമകളിൽപ്പെട്ട ചില ആളുകൾ എന്നിൽ വിശ്വസിക്കുന്നവരായിട്ടുണ്ട്, അതേപോലെ തന്നെ എന്നിൽ അവിശ്വസിക്കുന്നവരുമായിട്ടുണ്ട്. മുഅ്മിനുമായിട്ടുണ്ട്, ചില ആളുകൾ കുഫറിലേക്ക് പോയിട്ടുണ്ട്. ഫഅമ്മാമൻ ഖാല, അപ്പോൾ ഒരു രാത്രി കൊണ്ട് പ്രഭാതമാകുമ്പോഴേക്കും ഇസ്ലാമികമായിക്കൊണ്ടും കുഫറിലേക്കും പോകുന്ന ഒരു മാറിമറിയുന്ന അവസ്ഥ എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഫഅമ്മാമൻ ഖാല മുതിർന ബിഫദ്ലില്ലാഹി വറഹ്മതി വബിറഹ്മതിഹി ഫദാലിക മുഅ്മിനും ബി കാഫിറും ബിൽ കവാക്കിബ്. ഒരു മഴ കിട്ടിയപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ഫضൽ കൊണ്ട് കിട്ടിയ മഴയാണ്, പടച്ചോൻ്റെ ഔദാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫضലാണ്, റഹ്മത്താണ് എന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയതെന്ന് പറഞ്ഞാൽ അവൻ എന്നിൽ വിശ്വസിച്ചവനാണ്. കൗക്കബുകളെ അഥവാ നക്ഷത്രങ്ങളെ, രാശികളെ നിഷേധിച്ചവനാണ്. എന്നാൽ അമ്മാമൻ ഖാല, എന്നാൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞു, എന്ത്? മുതിർന ബിനൗഇ കദ വ കദ,
നമുക്ക് ഇന്ന രാശി കൊണ്ടാണ്, ഇന്ന സ്ഥലത്തെ നക്ഷത്രം ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് മഴ കിട്ടി എന്നൊരാൾ പറഞ്ഞാൽ ഫദാലിക്ക കാഫറും ബി മുഅ്മിനും ബിൽ കവാക്കിബ്, അവൻ എന്നിൽ അവിശ്വസിച്ചവനാണ്, അവൻ നക്ഷത്രങ്ങളിൽ വിശ്വസിച്ചവനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആ കാലഘട്ടത്തിൽ അന്ധവിശ്വാസത്തായിരുന്നു. അന്ന് മങ്കൂസ് മൗലൂദൊന്നും ഇല്ലല്ലോ. അപ്പോൾ മങ്കൂസ് മൗലൂദ് ഉണ്ടെങ്കിൽ ഈ ആൾക്കാർ അന്നും അതാ പറയുക, ഞങ്ങൾ മങ്കൂസ് മൗലൂദ് ചൊല്ലിയിട്ടാണ് മഴ കിട്ടിയത്. കാരണം അന്ന് അവർ വിശ്വസിച്ചത് ഈ നക്ഷത്ര രാശികളിലെ ചലനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത്, അല്ലാതെ അള്ളാഹിൻ്റെ ഔദാര്യം ഒന്നുമില്ല എന്ന് വിശ്വാസം. അപ്പോൾ ഇത് എത്രമാത്രം വലിയ ജടിലമായ വിശ്വാസമാണ്. കാരണം ഈ മുസ്ലിയാർ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ മങ്കൂസ് മൗലൂദ് ഇങ്ങനെ ചൊല്ലി അതിങ്ങനെ പൗതിയായി, അപ്പോൾ മഴ കിട്ടിയെന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ മങ്കൂസ് മൗലൂദ് മുഴുവൻ ചൊല്ലി ഉള്ള മഴയും പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്രയും വലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളവാണ്. തുടങ്ങണത് തന്നെ എങ്ങനെ വെച്ചാൽ, ഇപ്പോൾ ഇത് മങ്കൂസ് മൗലൂദ് വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ട് പുസ്തകം തിരുവങ്ങാടി ബുക്ക് സ്റ്റാൾ ഇറക്കിയ ബുക്കാണ്. അപ്പോൾ അതിൽ തുടക്കം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള പറഞ്ഞിട്ടാണ്. സുബ്ഹാനല്ലദി അത്ല ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറൻ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം. ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നബിയുടെ പ്രകാശം അവൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ജാബിർ റളിയല്ലാഹുവിൻ്റെ പേരിലുള്ള ഒരു കള്ള ഹദീസ്, ഒരു ദുർബലമായ ഹദീസ്. അങ്ങനെ തുടക്കം തന്നെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ കള പറയാമെന്ന് മാത്രമല്ല, ഇത് തുടർന്നുള്ള പേജുകൾ കാണാം. വസ്തഗാഥ നൂഹുൻ അലൈഹിസ്സലാം ഫനജഹ മിനർ റദാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് സഹായം തേടി, അപ്പോൾ നാശത്തിന് രക്ഷപ്പെട്ടു. നൂഹ് നബി ആ പ്രളയത്തിന് രക്ഷപ്പെടാൻ കാരണം റസൂലുള്ളാഹിനെ കൊണ്ട് ഇസ്തിഗാസ നടത്തിയതാണ്. ഇത് കളവാണ്. കാരണം അള്ളാഹുവിൻ്റെ ഖുർആനെതിരാണിത്. പിന്നെ ഇതിങ്ങനെ പോയിട്ട് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതിൽ കാണാം ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ ബി. എൻ്റെ നേതാവ്, അറ്റമില്ലാത്ത പാപങ്ങൾ ഞാൻ ചെയ്തു, തങ്ങളോട് ആ കാര്യത്തിൽ ഞാൻ ആവലാതി പറയുന്നു. ലക്ക അഷ്കു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകനോടാണ് കുറ്റങ്ങൾ ആവലാതി പറഞ്ഞു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയേണ്ട കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരോട് പറയാം, റസൂലുള്ളാഹിനോട് പറയാം. ഇതൊക്കെയാണ് ഇപ്പം ഇതിലുള്ളത്. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു വരിയിൽ കാണാം, യാ സയ്യിദി യാ സയ്യിദ സാദാത്ത് ജിഅ്തുക ഖാസിദൻ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. നേതാക്കളിൽ സയ്യിദായ താങ്കൾ ലക്ഷ്യമാക്കി ഞാൻ മുന്നിട്ടത് രക്ഷ ആഗ്രഹിച്ചത് കൊണ്ടാണ്. എൻ്റെ ഉദ്ദേശം അവിടുന്ന് പരാജയപ്പെടുത്തരുത്. റസൂലുള്ളാഹിനോട് പറയും. ഇതിൻ്റെ വിശദീകരണത്തിൽ മുസ്ലിയാർ എഴുതാണ്, നബിയില്ലാതെ അള്ളാഹുലേക്ക് മുന്നിടുന്നത് സ്വീകാര്യമല്ല. അപ്പോൾ അള്ളാഹുലേക്ക് നമ്മൾ തിരിയണമെങ്കിൽ എന്ത് വേണം? റസൂലുള്ളാഹി വേണം. റസൂലുള്ളാഹിലൂടെ നമ്മൾ അള്ളാഹിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഈ മങ്കൂസ് മൗലൂദ് പറഞ്ഞത്. ഈ മങ്കൂസ് മൗലൂദ് ചൊല്ലിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അയാൾ ഒന്നുകിൽ ശിർക്കിലകപ്പെടും, അല്ലെങ്കിൽ പ്രവാചകൻ്റെ പേരിൽ കള പറഞ്ഞവനായി തീരും. ഇതൊക്കെ വിശ്വാസ ഈമാനോട് ചൊല്ലിക്കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെയുള്ള ശിർക്കൻ വരികളും അതുപോലെ തന്നെ പ്രവാചകനുള്ള പ്രാർത്ഥനകളാകുന്ന ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കാര്യം ചൊല്ലിയപ്പോൾ മഴ കിട്ടിയെന്ന് പറഞ്ഞാൽ അതേതായാലും ഒരു മുഅ്മിനെ വിശ്വസിക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഇത് മഴ കിട്ടാണ്ടൊരു കാരണമല്ല, മഴ പോകാനുള്ള കാരണമാണ്. ഇത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത മഹാപാപങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് മഴ കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പോൾ അതെന്താണ് ചില ആളുകൾ എന്തായാലും മഴ പെയ്തില്ലേ? വഹാബികൾ ഇതൊക്കെ പറഞ്ഞാലും മഴ പെയ്തല്ലോ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ മഴ ആ പരിപാടി നടന്നിടത്ത് മാത്രമല്ല, എല്ലായിടത്തും ഒന്ന് പെയ്തു. കേരളത്തിലും എല്ലാ സ്ഥലത്തും ഒന്ന് മഴ പെയ്തിട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ ഇപ്പോൾ ഒരാൾ പലിശൻ്റെ പൈസ എടുത്തിട്ട് ഒരാൾ അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിർവഹിച്ച്, അപ്പോൾ പലിശ ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്കതുകൊണ്ട് എത്ര ഉപകാരം കിട്ടി എന്നിപ്പോൾ ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യം കൊണ്ട് ഭൗതികമായിക്കൊണ്ടായിരിക്കുമല്ല നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ കാര്യം ഹലാലാണ്, അത് ചെയ്യാൻ അനുവദനീയമുണ്ടെന്നല്ലല്ലോ അർത്ഥം. ചേന്നര രാജ്യർക്ക് ഗുരുവായൂർ പോയിട്ട് കുട്ടീനെ കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുട്ടപർത്തി പോയിട്ട് ചില ആളുകൾക്ക് പല സാധനം കിട്ടിയെന്ന് പറഞ്ഞു. ഇങ്ങനെ അള്ളാഹു ഹറാമാക്കിയ ശിർക്കിൻ്റെ കേന്ദ്രങ്ങളിൽ പോയാൽ ചിലപ്പോൾ ഭൗതികമായിട്ട് ചില നേട്ടങ്ങളൊക്കെ, അത് അയാൾക്ക് പരീക്ഷണമാണ്. മനസ്സിലായില്ലേ?
ആ പരീക്ഷണത്തിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, പരാജയം. ഇപ്പോൾ വ്യഭിചാരത്തിലൂടെ ഒരാൾക്ക് കുട്ടി ഉണ്ടായി നോട്ടിക്കൊള്ളി, അപ്പം അയാൾ പറയുകയാണ് ഇസ്ലാം വ്യഭിചാരം ഹറാമാക്കിയ വെറുതെ കേട്ടോ, കുട്ടി ഉണ്ടാകണ്ടല്ലോ, നമുക്ക് കുട്ടി ഉണ്ടായാൽ പോരെ എന്നൊരാൾ പറഞ്ഞാൽ അത് എത്രമാത്രം വലിയ ഇസ്ലാമിക വിരുദ്ധവും വിഡ്ഢിത്തവുമാണോ. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ മങ്കൂസ് മൗലിദ് എല്ലിട്ട് മഴ കിട്ടിയെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കണം, അതൊക്കെ അള്ളാഹിൻ്റെ പരീക്ഷയാണ്. റസൂൽ പറഞ്ഞില്ലേ, അത് അള്ളാഹ് പറഞ്ഞതായിട്ട്. ഇവിടെ സമസ്തക്കാർ പ്രചരിപ്പിക്കുന്ന ഈ പിഴച്ച വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്. മാത്രമല്ല ഇവർ പറഞ്ഞെന്താ വെച്ചാൽ ഇത് മങ്കൂസ് മൗലിദ് ചൊല്ലിട്ട്, ഇപ്പോൾ വേങ്ങര കോയപ്പാപ്പാൻ്റെ കറാമത്ത് പറഞ്ഞപ്പോൾ പിന്നെ അത് മങ്കൂസ് മൗലിദും ചൊല്ലിയില്ല മൂപ്പരെന്താ വെച്ചാൽ മഴ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് തുണിയാണ് പൊക്കി, അതാ വരുന്നു തകർപ്പൻ മഴ ഒലയിച്ചാണ്. അപ്പോൾ പിന്നെ അപ്പം ഞാൻ ആൾക്കാരെന്താ ഇട്ടുക, ഇത് മങ്കൂസ് മൗലിദ് എല്ലാം എടുക്കുക. അപ്പം ഞാൻ കേങ്ങര കോയപ്പാപ്പാൻ്റെ കറാമത്ത് ഇപ്പം ഞാൻ പ്രാക്ടിക്കലാക്കലെങ്ങനെ, അപ്പം ഞാൻ എല്ലാവരും തുണി ഒന്നിക്കുക അവരത്ത് കാണിച്ചേ. ഇതുപോലുള്ള ബോഷത്തരങ്ങളാണ് യഥാർത്ഥത്തിലൂടെ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ഇനി വേറെ ചങ്ങായി ഇപ്പോൾ നമ്മളെ പിന്നെ മൂത്തടുത്തുള്ള കാസിമിൻ്റെ ഒരു പ്രസംഗത്തിലുണ്ട്, സദഖത്തുല്ലാ കാഹിരി എന്ന് പറഞ്ഞ ചങ്ങായി കായൽപട്ടണത്തിലുള്ള ആളാണ്. അയാൾക്ക് മഴയില്ല എന്ന് പറഞ്ഞപ്പം, നാട്ടിൽ മഴയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ നേരെ മീക്കായിലിനെ ഫോൺ വിളിച്ച് മീക്കായിലിനെ വരുത്തി കൊടുക്കും മഴ. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം മഴ കിട്ടുക, അപ്പം പിന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു കാട്ടിക്കൂട്ടം. അപ്പോൾ മീക്കായിലിനെ വിളിച്ചിട്ട് മഴ കൊടുത്തു. ഇനി സി എം മടവൂരിൻ്റെ കറാമത്ത് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുണ്ട്, സി എം മടവൂരിനോട് മഴ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പെയ്യട്ടെ, മഴ പെയ്ത്. അതുപോലെ തന്നെ കുത്തുബിയത്തിൽ എന്താ ഉള്ളത്, മൊയ്തീൻ ഷേഖാണ് മഴ കൊടുക്കണം. അപ്പോൾ എത്ര അളവ് മഴ കൊടുക്കണം അവർക്ക്. വേങ്ങര കോയപ്പാപ്പ് വേയിപ്പിച്ചിട്ടുണ്ട്, സി എം മടവൂർ വേയിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ മങ്കൂസ് മൗലിദുണ്ട്. പിന്നെ ഈ മഴയില്ലെങ്കിൽ മമ്പറത്തെ കൊടി എടുക്കണം പതിയുണ്ട്, മമ്പറത്തെ കൊടി എടുത്താൽ പിന്നെ അന്ന് മഴ പെയ്യുന്ന. അപ്പോൾ യഥാർത്ഥത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ പിന്നെ ഇതൊന്നും ഇസ്ലാമികമായ രീതിയല്ല. മാത്രമല്ല ഇതിലൊക്കെ ഉള്ള ഒരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇതുപോലത്തെ അത്ഭുതങ്ങൾ സംഭവിച്ചു തന്നെ കൂട്ടാം. അപ്പോൾ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ശിർക്കിൻ്റെ അമുസ്ലിമീങ്ങളായിട്ടുള്ള ആൾ ദൈവങ്ങളിൽ സംഭവിക്കുമ്പോൾ ഇവരെന്തായാലും മറുപടി അറിയാം. പിന്നെ ഒരു ആചാര്യ പറയുകയാണ് എനിക്ക് ഗുരുവായൂർ പോയി കുട്ടീനെ കിട്ടിയെന്ന് പറഞ്ഞാൽ, അപ്പം അയാളതിൽ ഈമാൻ കൊള്ളുകയാണെങ്കിൽ ഇവരെങ്ങനെ മറുപടി അറിയാം? നമ്മളെ സംബന്ധിച്ചിടത്തോളം മറുപടി ഉണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച ചില സംഗതികളുണ്ട്, അതിനപ്പുറത്തേക്ക് ആര് പോയാലും അതൊക്കെ അയാൾക്കുള്ള പരീക്ഷണങ്ങളാണ്. അതാ വസ്തു അല്ലെങ്കിൽ ആ കാര്യം ശരിയാണ് എന്നതിൻ്റെ തെളിവേ അല്ല. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷണങ്ങൾ വെച്ചിട്ടുണ്ടാവും. അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ മഴ പെയ്യുള്ളൂ. ഇനി മങ്കൂസ് മൗലിദ് ചെല്ലിയാലും ചെല്ലില്ലെങ്കിലും അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ മഴ പെയ്യും. ചിലപ്പോൾ കൊടുക്കണം എന്ന് വെച്ചാൽ അള്ളാഹ് അവർക്കുള്ള പരീക്ഷണത്തിന് കൊടുക്കുകയാണ്, ശരിയല്ലേ? മാത്രമല്ല അത് പരീക്ഷണം അത് അന്നല്ല, മഴ എല്ലാ സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്, അവിടെ മാത്രമൊന്നുമില്ല, മനസ്സിലല്ലേ? മാത്രമല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തൊക്കെ ഈ സംഗതികളുണ്ടല്ലോ. അപ്പം അതിൻ്റെ രീതി ഇൻഷാല്ലാഹ് മുസ്തഫ പറയും. എന്താ വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ആൾദൈവങ്ങൾക്കുള്ളൊരു പ്രൊമോഷനും ഇസ്ലാമിൻ്റെ എതിരെ വരുന്ന ഈ പിന്നെ ആൾദൈവങ്ങൾ, അതുപോലെ തന്നെ വ്യാജ ആത്മീയ തട്ടിപ്പുകാർ അവർക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഇതെന്നാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആളുകളും വിഭാഗങ്ങളും അവർ പ്രചരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പല നിലക്ക് മഴ പെയ്യിപ്പിക്കാനുള്ള പല ഓപ്ഷനുകൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. എന്നാൽ ഇസ്ലാം ഇപ്പോൾ മഴയെക്കുറിച്ച് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം മഴ പെയ്യുമ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത്, അതുപോലെ മഴ ഇല്ലാതിരുന്നാൽ പ്രയാസപ്പെട്ടാൽ ഒരു വരൾച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം എന്തു ചെയ്യണം, ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ടൊരു മതമാണല്ലോ ഇസ്ലാം. അപ്പോൾ ഈ പറഞ്ഞതൊന്നുമല്ലാത്ത ഇങ്ങനെയുള്ള കടത്തിക്കൂട്ടലുകളല്ലാതെ യഥാർത്ഥത്തിൽ മുസ്തഫ എന്താണ് പ്രമാണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, മഴയ്ക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് മഴയുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. പിന്നെ ഇവിടെ ഇപ്പോൾ മാലിക് സലഫിയുടെ സംസാരത്തിൽ പിന്നെ ഈ അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ അനാചാരത്തിൻ്റെ ആളുകൾ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ എണ്ണി പറഞ്ഞല്ലോ. അപ്പോൾ അത്രത്തോളം ഈ വിഷയത്തിൽ, അതായത് ഒന്നല്ല പല അന്ധവിശ്വാസങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എന്നൊക്കെ ബോധ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഇസ്ലാം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ സമൂഹം പഠിപ്പിക്കപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ അപകടം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട സംഭവം ഒരു നാട്ടിലെ ചെറുപ്പക്കാർ വിളിക്കുകയാണ് മുസ്ലിയാരെ,
മുസ്ലിയാരെങ്ങനെ നമുക്ക് ഉസ്താദെ മഴയില്ല നമുക്കൊന്ന് കൂട്ടമായി പ്രാർത്ഥിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ മങ്കൂസ് ഓതലും പിന്നെ എന്നിട്ട് യുവാക്കളെ ഇയാൾ പ്രോത്സാഹിപ്പിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ശരിക്കും എന്താ വെച്ചാൽ ഈ യുവാക്കളെ തിരുത്തി കൊടുക്കുകയല്ലേ വേണ്ടത്. നമ്മളിതിന് ചെയ്യേണ്ട പരിഹാരം ഒന്ന്, വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്, ആ പ്രാർത്ഥനകളെ കണിശമാക്കുകയാണ് ഈ സന്ദർഭത്തിൽ വേണ്ടത്. ഇപ്പോൾ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് പിന്നെ കരഞ്ഞുകൊണ്ട് അതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബവാക്കി, സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് വരികയാണ്. അവർ വന്നിട്ട് പറഞ്ഞു അല്ലാഹു മസ്കിന ഗൈസൻ മുഗൈസൻ മുരീഅൻ. അപ്പോൾ അവർ വന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ വരൾച്ചയാണ്, പ്രയാസമാണ്, വെള്ളമൊന്നുമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് അല്ലാഹു മസ്കിന ഗൈസൻ മുഗൈസൻ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവെ ഞങ്ങൾക്ക് മഴതാ, സമൃദ്ധമായ മഴതാ, ആശ്വാസകരമായ മഴതാ, ഇങ്ങനെ നാഫിഅൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗൈറ ളാർ പ്രയാസമില്ലാത്ത രൂപത്തിൽ, അതേപോലെ ആജിലൻ പെട്ടെന്ന് താ, ഗൈറ ആജിൽ സാവകാശം പാടില്ല, ഇങ്ങനെ അവിടുന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശലോകത്തിൽ നിന്ന് മഴ കിട്ടിയെന്നുള്ളതാണ്. ഇത് ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. പക്ഷേ ഈ മങ്കൂസ് എന്നുള്ള പുസ്തകത്തിൽ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് കാര്യങ്ങളൊക്കെ പറയേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിനോടാണ് പറയേണ്ടത്. അപ്പോൾ ഇത് പഠിപ്പിക്കപ്പെടേണ്ട സമൂഹമാണ് എന്ത് ചെയ്യണത്? ഇവർ കാരണം ഷിർക്കിലും ചതിയിലൊക്കെ അകപ്പെടുന്നത്. അതേപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം. ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അഅറാബി ഓടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹലക്കൽ മാൽ, ഒക്കെ നശിക്കുകയാണ്, അത് കൃഷിയൊക്കെ നശിക്കുകയാണ്, അതേപോലെ തന്നെ കുടുംബം ഒക്കെ ആളുകളൊക്കെ നശിച്ചു പോവുകയാണ്, പട്ടിണിയിലാകുകയാണ്. അതുകൊണ്ട് ഫദ്ഉല്ലാഹ ലനാ അൻ യസ്ഖിയന, ഞങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഇവിടെ ശരിക്കും എന്താ വെച്ചാൽ ഈ അഅറാബി എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിക കടന്നു വരുന്നുള്ളൂ, അയാളുടെ ഒരു അന്തം പോലും ആർക്കില്ല, ഈ മുസ്ലിയാർക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ ഈ ഹദീസിൽ വ്യക്തമാണ് ഫദ്ഉല്ലാഹ ലനാ അൻ യസ്ഖിയന, ഞങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ അള്ളാഹിനോട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രാർത്ഥിക്കുകയാണ് മങ്കൂസ് മൗലിദ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടവർ അദ്ദേഹത്തോട് എന്ത് ചെയ്തിട്ടില്ല, അവിടുന്നോട് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടേണ്ടതിന് പകരം ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഹദീസിൽ കാണാം വമാ ഫിസ് സമായി ഖസഅത്തു എന്നാണ്. ആ പ്രാർത്ഥിക്കുന്ന നേരത്ത് ആകാശലോകത്ത് ഒരു മേഘത്തിൻ്റെ കഷ്ണം പോലുമില്ല, ഒരു കഷ്ണം പോലുമില്ല. എന്നിട്ട് ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സംഭവിക്കണം എന്താ വെച്ചാൽ ആകാശലോകത്ത് ഫസാറ സഹാബു അംസാലുൽ ജിബാൽ എന്നാണ്, പർവ്വത സമാനമായിട്ട് എന്ത് ചെയ്തു അവിടെ, അംസാലുൽ ജിബാൽ പർവ്വത സമാനമായിട്ട് അവിടെ മേഘങ്ങൾ വന്നു എന്നാണ്. സമൃദ്ധമായ മഴ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറുമെന്ന് ഇറങ്ങിയപ്പോഴേക്കും എന്ത് ചെയ്തു, സമൃദ്ധമായ മഴ കിട്ടുക. അപ്പോൾ ദീൻ പഠിച്ചവരാണെങ്കിൽ ഇവർ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട പരിഹാരം ഇതായിരുന്നു. പിന്നെ മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ച് കാണിച്ചു തന്നു മഴക്ക്, സ്വലാത്തുൽ ഇസ്തിസ്ഖാ. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് ഈ സംഭവം. അപ്പോൾ ഇവർ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പരതാനോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചര്യ പരതാനോ ഒന്നും ഇവർക്ക് നേരല്ല. ഇവർക്ക് ഈ അന്ധവിശ്വാസം വളർത്തണം, വലുതാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇമാം ഖുർത്തുബി റഹിമഹുല്ല അതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ വിശദീകരിച്ചിട്ട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്ക് മുത്തവാദിയായി, മുത്തദല്ലിലായി, മുത്തഖശി ആയിട്ട് വളരെ എളിമയോടെ, താഴ്മയോടെ, പേടിയോടെ പോകുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയും, ഇത് മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഈ കാര്യം ഉണ്ടായിരിക്കെ നമ്മൾ വേറെന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിനാണ്. പക്ഷെ നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് തൗബയില്ല, നമ്മളെടുക്കൽ ധിക്കാരവും അതേപോലെ തന്നെ റബ്ബിന് എതിരെ പ്രവർത്തിക്കലുമാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കണം എങ്ങനെ മഴ കിട്ടാനാണ്. അപ്പോൾ ഇസ്ലാം പറഞ്ഞ മാർഗത്തിൽ നിന്ന് വിട്ടുപോയാൽ ഇതെങ്ങനെ കിട്ടാനാണ് എന്നാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ചോദ്യം. പിന്നെ ഇപ്പോൾ പ്രവാചകൻ ഇപ്പോൾ പിന്നെ ഹൂദ് നബി അലൈഹിസ്സലാം, അതേപോലെ നൂഹ് നബി അലൈഹിസ്സലാം, ഇവരൊക്കെ ചരിത്രം ഖുർആൻ പറഞ്ഞപ്പോൾ അവരൊക്കെ അവരെ സമൂഹത്തോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാ അലൈക്കും മിദറാറാന. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക, തൗബ നടത്തുക, നിങ്ങൾക്ക് ധാരാളമായിട്ട് മഴ കിട്ടുന്ന. ഇത് ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേ പരിഹാരം, പിന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്ന പരിഹാരം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഈമാനും തഖ്വയും വലോ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖു എന്നുള്ള ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യം,
അഥവാ ലഫതഹ്ന അലൈഹിം ബറകാത്തി മിനസ്സമാ, ഈമാനും തഖ്വയും ആ ഗ്രാമക്കാർക്കുണ്ടായിരുന്നെങ്കിൽ സമൃദ്ധമായ മഴ കിട്ടും. ഇങ്ങനെ വിശുദ്ധ ഇസ്ലാം ഇതിൻ്റെ എല്ലാ വശങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഈ ഫായിഷത്തുകൾ അതേപോലെ തന്നെ ധിക്കാര പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഉണ്ടായാൽ അപ്പം അതിൻ്റെ ഭാഗമാണ് സക്കാത്ത് തടയപ്പെടുക. അപ്പോൾ ഈ മുസ്ലിയാരോട് ഈ സംശയം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം പറയുമ്പോൾ ഇയാൾ പറഞ്ഞു കൊടുക്കണം, സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാരും ഇങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഹദീസിൽ പ്രത്യേകം കാണാം, സക്കാത്ത് തടയപ്പെട്ടാൽ, അത് കൊടുക്കാതിരുന്നാൽ ആകാശ ലോകത്തെ നിയമത്ത് തടയപ്പെടുന്നതാണ്. പിന്നെ ഇവിടെ ബഹായിമ് ജന്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോണു, അനുഭവിച്ചു പോണു എന്നുള്ളതാണ്. അപ്പോൾ ഈ നിലക്ക് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച വളരെ ശ്രദ്ധേയമായ മഹത്തരമായ പരിഹാര മാർഗങ്ങളുണ്ട്. അതാണ് ഇനിയെങ്കിലും സംഭവിച്ചത് നമ്മൾ അവർ തിരുത്താനും, ഇത് കേട്ട് സമൂഹം വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത്രത്തോളം അപകടകരമായ ഒരു വഞ്ചനയിലാണ്, വലയത്തിലാണ് പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രമാണങ്ങൾ പഠിപ്പിച്ച യഥാർത്ഥ മഹ്റജ് പോം വഴി, അതിലേക്ക് അവർ തൗബ ചെയ്ത് മടങ്ങട്ടെ എന്ന നിലക്കാണ് ഈ കാര്യങ്ങൾ ഈ രൂപത്തിൽ നമ്മൾ വ്യക്തമാക്കുന്നത്. തീർച്ചയായും ഇതിൽ പിന്നെ നമ്മൾ വിദ്യാർത്ഥികൾ ആയിട്ടുള്ള സംഗതികൾ വിശദീകരിക്കുമ്പോൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്, ഈ വിദ്യാർത്ഥിൻ്റെ ആളുകൾ അവരെന്ത് ചെയ്യും, പിന്നെ യഥാർത്ഥത്തിലുള്ള നന്മകൾ ദീനിൻ്റെ ഭാഗമായി നമുക്ക് വശമുള്ള കാര്യങ്ങൾ അതവരെന്ത് ചെയ്യും, കൈമോശം വരുത്തി കളയുകയും ചെയ്യും. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് കഹ്ഫിൽ പറഞ്ഞ പോലെ അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ, അവർ വിചാരിക്കുന്നത് ഇതൊക്കെ എന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ള നിലക്കാണ് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. വെച്ചാൽ ഇതിലൊക്കെ ഇസ്ലാമിൽ എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട്, പക്ഷെ അതിലൊന്നും പൗരോഹിത്യത്തിന് ഇടല്ല. അതെ അതെ അതെ. അപ്പോൾ പൗരോഹിത്യത്തിന് കയറി നിൽക്കാൻ ഒരു സ്പേസ് ഉണ്ടാണെങ്കിൽ ഇതുപോലത്തെ ചില പുതിയ പുതിയ സാധനങ്ങൾ അവരിങ്ങനെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അത് നന്മയായിട്ട് അവതരിപ്പിക്കുന്നു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ മതത്തെ ദീനിനെ കൊള്ളയടിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ സൂക്ഷിക്കട്ടെ. അതുപോലെ തന്നെ പിന്നെ വിശ്വാസികൾ അത്തരം തെറ്റിദ്ധാരണകളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം കുപ്രചരണങ്ങളിൽ നിന്ന് എല്ലാം സ്വയം രക്ഷ കിട്ടാൻ വേണ്ടി കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുകയും ചെയ്യണമെന്നുള്ളത് കൂടിയൊരു സമയത്ത് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്.